ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. വയനാട് 2 ബെഡ്റൂമിന് 25-30 റെന്റ് ഉണ്ട്. ഇതിന് ഏറ്റവും പോപ്പുലർ ഏരിയ ആണ്. 7,500 ആണ് നമ്മുടെ ലോഞ്ചിങ് ഓഫർ. പക്ഷെ ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു 6 ഈ റേഞ്ചിൽ ഈ പ്രൈസിൽ ഇത്രയും അമ്യൂണിറ്റീസ് ഉള്ള ഒരു പ്രോജക്റ്റ് ഇവിടെ അടുത്തൊന്നുമില്ല. Everyone, welcome to Real Estate with Arun. Before starting this video, I would like to thank Anil Kumar sir, who is a senior vice president for this project, and he would be explaining about the typology, the availability, and the launch price and the location. So this will give a detailed information about this area. The reason why I'm putting this video is majorly to give you an insight about the pre-launch price which is happening for this project, which will be for a very limited time. So once you go through this entire video, if you find pretty interesting in terms of it, definitely reach out in this number. Also do subscribe Real Estate with Arun for more projects like this. Now let's get into the video. Oh, hi sir, thanks for coming to my channel. So basically എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കോൺസെപ്റ്റ് ഇവിടെ കാക്കനാട് എന്നുള്ള ലൊക്കേഷനിൽ ഇതുപോലൊരു 2-bed സീരീസ് ലോഞ്ച് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ എനിക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് തരാമോ ആസ് എ ബിൽഡർ എക്സാക്ട്ലി എങ്ങനെയാണെന്നുള്ളതൊന്ന്? നമ്മൾ ഏഷ്യൻ ഡെവലപ്പേഴ്സ് ഞങ്ങളുടെ MD മാനേജിംഗ് ഡയറക്ടർ PC ജോസ് ആണ്. പുള്ളി ഒരു 20 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഏഷ്യൻ ഡെവലപ്പേഴ്സ് എന്നുള്ള ബ്രാൻഡിൽ 10 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ആ ബ്രാൻഡിൽ നമ്മളിപ്പോൾ 14 പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 എണ്ണം ഇപ്പോൾ നമുക്ക് റെഡി ടു ഓക്കുപൈ ആയിട്ട് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ കൊച്ചിയിലുണ്ട്, പനമ്പള്ളിനാറിലുണ്ട്, പിന്നെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ അടുത്തുണ്ട്, പച്ചാള ലൂർദ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ട്. പിന്നെയുള്ളത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ അടുത്താണ്. ഈ 4 എണ്ണം റെഡി ടു ഓക്കുപൈ ഉണ്ട്. പിന്നെ നമ്മുടെ 15ാമത്തെ പ്രോജക്റ്റാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഏഷ്യൻ 15th പ്രോജക്റ്റ്. സോ ഈ പ്രോജക്റ്റിന്റെ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയൊരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിന്റെ അടുത്തോട്ടുള്ള കണക്ടിവിറ്റിയാണ്. അതെ, ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്ത് നമ്മൾ നേരെ കാണുന്നത് പ്രസ്റ്റീജ് ആണ്. അതെ, നേരെ അപ്പുറത്ത് നമുക്ക് ഇവിടെ നിന്ന് കാണാം ലുലുവിന്റെ 2 ടവർ അടുത്താണ്. വളരെ അടുത്തല്ല, 1 കിലോമീറ്റർ താഴെ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പ്രോജക്ട്. കാരണം ഈ ഏരിയയിൽ പല പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആക്ച്വലി അതിൽ വരുന്ന കോസ്റ്റും ടൗൺഷിപ്സ് ആണ്, അപ്പൊ അതിൻ്റെതായ ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ഇതുപോലൊരു കോൺസെപ്റ്റ് ഇവിടുത്തെ ആക്ച്വൽ നീഡാണ്. കാരണം അല്ലെ, ഒരു കോമ്പാക്ട് കോൺസെപ്റ്റ് എന്നാൽ ലോഡഡ് വിത്ത് അമ്യൂണിറ്റീസ്. 50+ അമ്യൂണിറ്റീസ് എല്ലാം നല്ല ഇവിടെ ഉള്ള IT പ്രൊഫഷണൽസിന് വേണ്ട അമ്യൂണിറ്റീസ് എല്ലാം നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്നത് L ഷേപ്പിലാണ്. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് പോയിട്ട് നേരെ റൈറ്റിലേക്ക് ഇങ്ങനെ L ഷേപ്പിലാണ് പ്രോജക്റ്റ് വരുന്നത്. 98 അപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ 10 ടൈപ്പ് 2 ബെഡ്റൂമാണ്. 3 ടൈപ്പ്, അതായത് 1102 സ്ക്വയർ ഫീറ്റ് തൊട്ട് 1255 വരെയുള്ള 2 ബെഡ്റൂമും 1539 തൊട്ട് 2113 വരെയുള്ള 3 ടൈപ്പ് 3 ബെഡ്റൂം ഉണ്ട്. ഇവിടുത്തെ കാക്കനാടിന്റെ ഒരു സ്റ്റാറ്റില് ഏറ്റവും കൂടുതൽ ഹൈ റെന്റിൽ പോകുന്ന സീരീസ് 2 ബെഡ്റൂം ആണ്. അതെ, കാക്കനാട്. കാരണം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതാ. ഇപ്പൊ 1 ബെഡിന്റെയും ഡിമാൻഡ് കൂടി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരുടെ. പക്ഷെ ആ ഒരു വലിയ അപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഒരു സീരീസ് പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു സിമിലർ കോൺസെപ്റ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെച്ചാൽ കാക്കനാട് ഇപ്പം റെന്റിന് പോലും അപ്പാർട്ട്മെന്റുകൾ കിട്ടാനില്ല. ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. കാരണം വാക്കബിൾ ഡിസ്റ്റൻസിൽ ഇൻഫോ പാർക്ക് ഉണ്ട്. പിന്നെ എങ്ങോട്ട് പോയാലും നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ ഇൻഫോ പാർക്കിന്റെ ഈ എടച്ചിറ പോകുന്ന എൻട്രിയിൽ കിട്ടും. ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേയിലേക്ക് അടുത്ത എൻട്രി എല്ലാം കണക്ടിവിറ്റി. ഐ തിങ്ക് സ്കൂൾസ് മേജർ സ്കൂളുകളെല്ലാം കാക്കനാടാണല്ലോ. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് മാർത്തോമ സ്കൂളുണ്ട്, പിന്നെ CC ഉണ്ട്, എല്ലാ സ്കൂളുകളും ജെംസ് ഉണ്ട്, എല്ലാ സ്കൂളുകളും നിയർ ബൈ ഉണ്ട്. എല്ലാ സ്കൂൾ ബസ്സുകളും ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ മെയിൻ റോഡാണ്. ഇതിന്റെ മേജർ കണക്ടിവിറ്റി ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ടൈപ്പോളജി പറഞ്ഞു 2 ബെഡ് എന്നുള്ള ഒരു എക്സോട്ടിക്ക സീരീസിലാണ്, ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇതിനകത്ത് എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. അമ്യൂണിറ്റീസ് മീൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ക്ലബ്ബ്, സ്വിമ്മിംഗ് പൂള്, സൂംബ ഡാൻസ് ഫ്ലോർ, ഇങ്ങനെയുള്ള എല്ലാം, ബാർബിക്യൂ ഏരിയ, യോഗ ഏരിയ, മെഡിറ്റേഷൻ ഏരിയ, ഇങ്ങനെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ അമ്യൂണിറ്റീസും, ജോഗിംഗ് ട്രാക്ക് ഉൾപ്പെടെയുള്ള അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. അതുപോലെ യങ്സ്റ്റേഴ്സിന് ക്രിക്കറ്റ് പ്രാക്ടീസിങ് ഏരിയ, വോളിബോൾ, ഫുട്ബോൾ പ്രാക്ടീസിങ് ഏരിയ, ഇതെല്ലാം വരുന്നുണ്ട്. അമ്യൂണിറ്റീസ് 50+ അമ്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ പ്രൊവിഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് മിനി സൂപ്പർ മാർക്കറ്റ്, ലോണ്ടറി, ഇങ്ങനെയുള്ള പ്രൊവിഷനും
അപ്പം കൈൻഡ് ഓഫ് ടൗൺഷിപ്പ് പ്രൊവിഷൻ ടൗൺഷിപ്പ് പോലെയാണ് ആയി. നമ്മൾ ചെയ്യുന്നത്. Correct, എല്ലാ പ്രൊവിഷനും അതിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമറിന് പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ. അല്ല, അതൊരു വാലിഡ് പോയിന്റ്. ബിക്കോസ് ഒരു 80% പ്രോജക്റ്റും 1 bed 2 bed വരുന്നതിൽ നമുക്ക് വലിയ അമ്യൂണിറ്റീസ് ഒന്നുമില്ല. എല്ലാം സ്റ്റാൻഡ് അലോൺ ടവേഴ്സ് ആണ്. അപ്പൊ അതിൽ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട് റെന്റൽ. പക്ഷെ ഫാമിലി വരുമ്പോൾ കുറച്ചും കൂടി അമ്യൂണിറ്റി, ഫാമിലി മാത്രമല്ല ഈവൻ ആണെങ്കിലും പ്രൊവിഷൻസ് വേണം വിത്തിൻ സൊസൈറ്റി. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ഈ ലാൻഡ് ഒരു എൽ ഷേപ്പിൽ പറയുമ്പോൾ നമുക്ക് 3 ലെവല് അതായത് നമ്മുടെ ലോവർ ബേസ്മെന്റ്, അപ്പർ ബേസ്മെന്റ്, ഗ്രൗണ്ട് ഫ്ലോർ, 3 ഫ്ലോർ കാർ പാർക്കിംഗ്. ഫസ്റ്റ് ഫ്ലോർ തൊട്ട് 8ാമത്തെ ഫ്ലോർ വരെയാണ് അപ്പാർട്ട്മെന്റ് വരുന്നത്. അമ്യൂണിറ്റീസ് എല്ലാം ടോപ്പിൽ വരും. ഓക്കെ. പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഗ്രൗണ്ട് എല്ലാം ടോപ്പിലും, ചിൽഡ്രൻസ് പ്ലേ ഏരിയ എല്ലാം ഗ്രൗണ്ടിൽ വരും. ബാക്കിയുള്ള എല്ലാം മുകളിലായിട്ട്. ഓക്കെ. ആൻഡ് 2 ബെഡിന്റെ മൾട്ടിപ്പിൾ സീരീസ് ഉണ്ടെന്ന് പറഞ്ഞു. 10 ടൈപ്പ് ഉണ്ട്. 10 സീരീസ്. കസ്റ്റമറിന് ഏത് വേണമെങ്കിലും ഏത് അവരുടെ ചോയ്സിനനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ 3 ബെഡ്റൂം, 3 ടൈപ്പ് 3 ബെഡ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്കൊരു ബേസിക് ഇൻവെസ്റ്റ്മെന്റ് പോലെയും പോവാം. അതല്ല നമുക്കൊരു എൻഡ് യൂസ് പ്രോഡക്റ്റ് ഹയർ സൈസിൽ നമുക്ക് തീർച്ചയായിട്ടും 2 ബെഡ് ഉണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റെന്റിന് ഏറ്റവും പോപ്പുലർ ഏരിയ ആണ്. അത് മാത്രമല്ല ഇത്രയും അമ്യൂണിറ്റീസോടുകൂടി റെന്റിന് കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് തന്നെയായിരിക്കും വരും. അത് പിന്നെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മളിപ്പോ ലോഞ്ചിങ് ഓഫർ 7,500 ആണ്. ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് അറിയാം. 7,500 ആണ് നമ്മുടെ ലോഞ്ചിങ് ഓഫർ. പക്ഷെ ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു 6,950 സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. പ്രീ ലോഞ്ച് ഓഫർ ആണ്. സോ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും സർട്ടൺ നമ്പർ ഓഫ് യൂണിറ്റ്സിനാണ് ഇനീഷ്യലി ചെയ്യുന്നത്. സോ ഞാൻ മേജർലി റീച്ച് ഔട്ട് ചെയ്യാനുള്ള മേജർ റീസൺ ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് പ്രീ ലോഞ്ചസ് ആണ്. നമുക്കൊരു വലിയൊരു ബേസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് വിത്ത് ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മേജർ സർവീസ്. സോ അതിൽ ഇത് വളരെ ആപ്റ്റ് ആയിരിക്കും. കാരണം ഈ പ്രോജക്റ്റ് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരു 9,000 മേളിൽ സ്ക്വയർ ഫീറ്റ് വരും ഡെഫിനറ്റ്ലി. കാരണം ഇവിടുത്തെ ഈ നമ്മുടെ പ്രോക്സിമിറ്റി തന്നെ നോക്കിയാൽ മതി. അല്ല, ഐഡിയൽ ലൊക്കേഷൻ അത് വളരെ. ഈ റേഞ്ചിൽ ഈ പ്രൈസിൽ ഇത്രയും അമ്യൂണിറ്റീസ് ഉള്ള ഒരു പ്രോജക്റ്റ് ഇവിടെ അടുത്തൊന്നുമില്ല. ഇൻഫോ പാർക്കിന് അടുത്തില്ല. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും അമ്യൂണിറ്റീസ് ഉള്ളത്. നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബറിലാണ് നമ്മുടെ ഇതിന്റെ കല്ലിടൽ ഉദ്ദേശിക്കുന്നത്. ഒക്ടോബർ എൻഡോട് കൂടി ഒരു 3 വർഷം കൊണ്ടാണ് ഫിനിഷിംഗ് ടൈമിൽ. ഇപ്പൊ നമുക്ക് സ്റ്റാഗർഡ് പേയ്മെന്റ്, കൺസ്ട്രക്ഷൻ ലിങ്ക് അതായത് ഷെഡ്യൂൾ അനുസരിച്ച്, അതായത് പ്രോജക്റ്റിന്റെ സ്റ്റേജ് വൈസ് നമുക്ക് പേയ്മെന്റ് വരുന്നുണ്ട്. മിക്കവാറും എല്ലാ ബാങ്കും പ്രോജക്റ്റ് അപ്രൂവ്ഡ് ആണ്. എല്ലാ ബാങ്കിന്റെയും അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിക്കുകയാണ്, ഈ 3 years ടൈം ഉണ്ടല്ലോ പൊസിഷൻ, ഈ 3 yearsൽ ഈ ഏരിയയിൽ ഇപ്പൊ കറന്റ്ലി വരുന്ന ഡെവലപ്മെന്റ്സ് അതുകൂടെയാണ് ഇതിന് മെയിൻ ആയിട്ട് ഇതിൽ പറയേണ്ടതാണ്. കാരണം കാക്കനാട് നമ്മൾ നേരത്തെ പോലെയല്ല, ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെട്രോയുടെ ഇത് ഇൻഫോ പാർക്ക് വരെ ഓൾറെഡി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈലിംഗ് കഴിഞ്ഞു, അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡ് അങ്കമാലിയില്ല എയർപോർട്ടിലേക്ക് അതിന്റെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന്റെയും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ടെൻഡറൊക്കെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമ്മുടെ ഈ പറഞ്ഞ ഇൻഫോ പാർക്കിന്റെ 3rd ഫേസ്, അതും ഇപ്പം ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. നിലവിൽ ഈ പറഞ്ഞ പോലെ ലുലുവിന്റെ 2 ടവറും കൂടെ ഇനോവേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ റെന്റിനൊന്നും വാടകയ്ക്ക് കിട്ടാനേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് അത് ഓൾറെഡി കല്ലിടൽ കഴിഞ്ഞു. അപ്പൊ ഇത്രയും ഡെവലപ്മെന്റ്സ് കാക്കനാട് നെക്സ്റ്റ് 3 years സിറ്റി എന്നുള്ളൊരു ക്രൗഡ് മൂവ് ചെയ്ത് തുടങ്ങും. ഡെയിലി കമ്മ്യൂട്ട്, കാരണം മെട്രോ വരുന്നുണ്ട്. മെട്രോയുടെ പണി കഴിയുന്നതോടൊപ്പം നമ്മുടെയും പണി ഏകദേശം തീരും. അതാണ്. പിന്നെ എന്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 35,000 മുകളിൽ ഫാമിലീസ് വരുന്നുണ്ട് അല്ലെ 3 years. ഇപ്പൊ തന്നെ കാക്കനാട് 2 ബെഡ്റൂമിന് 25-30 റെന്റ് ഉണ്ട്. 25,000 to 30,000 കാക്കനാട് ഇപ്പൊ തന്നെ റെന്റ് പോകുന്നുണ്ട്. കിട്ടാനില്ല അപ്പാർട്ട്മെന്റുകൾ. ഒരു ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റിന് നല്ല റെന്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തും പറയാനുള്ളതേ ഉള്ളൂ, ബെസ്റ്റ് ടൈമാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഈ മേടിക്കാനാണെങ്കിലും ഇപ്പൊ മേടിക്കുന്ന പ്രൈസ് നിങ്ങൾ ഒരു 2 വർഷം കഴിയുമ്പോൾ ഈ റേഞ്ച് ഇവിടെ ഒരിടത്തും കിട്ടത്തില്ല. 100% ഇപ്പൊ തന്നെ അല്ല, ഇപ്പൊ തന്നെ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഒരു 9,000 മേളിലേക്ക് ഉറപ്പായിട്ടാവും. കാരണം ലാൻഡ് വാല്യൂ അത്രയും കൂടിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുന്നു. പല പ്രോജക്ട്സും വരുന്നുണ്ട്, മൾട്ടിപ്പിൾ പ്രോജക്ട്സ് വരുന്നുണ്ട്. അതൊക്കെ ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് ഒരുപാട് മുകളിലാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും അമ്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിന് ആ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് പറഞ്ഞത്. 7,500 ആണ് ലോഞ്ചിങ് പ്രൈസ് എങ്കിലും സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.